ഓക്കെ, സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാൻവയിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരു ക്യാൻവയുടെ അഡ്വാൻറ്റേജ്, ക്യാൻവയിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ആർക്കും ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഒരു വെബ്സൈറ്റ് കോഡിംഗ് സ്കിൽസ് ഇല്ലാത്ത ആൾക്കും ഒരു വെബ്സൈറ്റ് എളുപ്പത്തിൽ നിർമ്മിക്കാം എന്നുള്ളതാണ് ക്യാൻവയുടെ അഡ്വാൻറ്റേജ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി സെഷൻ. ഇപ്പൊ നിങ്ങൾ ക്യാൻവ എടുക്കുകയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോ ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ ക്യാൻവയുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ വെബ്സൈറ്റ് ഹിയർ. ഇവിടെ വെബ്സൈറ്റ് കാണാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ലെറ്റ്സ് ഗോ ടു ദിസ് വൺ. ഇവിടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പല പല ടൈപ്പ് കാറ്റഗറീസ് കാണിക്കുന്നു. വെബ്സൈറ്റ്, ബിസിനസ് വെബ്സൈറ്റ്, പോർട്ട്ഫോളിയോ, ഇവന്റ്, എഡ്യൂക്കേഷൻ, റീറ്റെയിൽ, ബയോ ലിങ്ക്, സർവീസ്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്സ് അവർ തന്നിട്ടുണ്ട്. കുറെ ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. സോ ബയോ ലിങ്ക് വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബയോ ലിങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ബയോ ലിങ്ക് കൊടുക്കുന്ന ആ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കുറെ പാറ്റേൺസ് ഉണ്ട്. സോ നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് നോക്കാം. ദിസ് വൺ, യെസ്. ഇതിപ്പോ ഒരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് പേര്, ലോഗോ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇമേജ് ഉണ്ട്. ഇമേജ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, വേറെ ഇമേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇവിടെ ബട്ടൺ ഉണ്ട്. ഇപ്പൊ ഞാൻ ഫർദർ വളരെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല, എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ബട്ടൺ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ബാക്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ലിങ്ക് കൊടുക്കണം, അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് ലിങ്ക് കൊടുക്കണം. അപ്പൊ ആ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ ബാക്കിൽ ഇവിടെ കൊടുക്കാം, ഈ ബട്ടന്റെ ബാക്കിലൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ സെക്കൻഡ് പേജ് ഇൻസേർട്ട് ചെയ്യാണ്. ഗെറ്റ് ഫ്യൂച്ചർ റെഡി. കണ്ടന്റ് മാറ്റണമെങ്കിൽ മാറ്റാം, ഇവിടെ ഇമേജ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇത് ഫ്രെയിം ആണ്. അപ്പൊ ഇതിനകത്ത് ഇമേജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ വരും. ദെൻ ആഡ് പേജ് ഓഫ് include your services. Okay, add another page. What clients say, contact me. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു 5 പേജിന്റെ വെബ്സൈറ്റ് ആയിട്ട് മാറി. 5 പേജ് എന്ന് പറഞ്ഞാൽ 5 സെക്ഷന്റെ വെബ്സൈറ്റ് ആയിട്ട് മാറി. ഇത് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാണാം. നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റ് എങ്ങനെയാണെന്നുള്ള ഫർദർ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ നേരത്തെ ക്യാൻവയുടെ മറ്റുള്ള സെഷൻസിൽ കണ്ട പോലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം, ഇമേജ് എഡിറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് വെരി ഈസി. ഈ എല്ലാ ബട്ടന്റെയും ബാക്കിൽ നിങ്ങൾക്ക് ലിങ്കും കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ ഫോൺ നമ്പറിന്റെ ബാക്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം, ഇമെയിലിന്റെ ബാക്കിൽ ലിങ്ക് കൊടുക്കാം. സോ ദാറ്റ് വിൽ വർക്ക് വിത്ത് യു. ദെൻ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ ഇങ്ങനെയാണ് വരിക. ഇതാണ് മൊബൈൽ വ്യൂ. ഓക്കെ, മൊബൈലിൽ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസീവ് ആണ്, ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ആയിക്കോളും. സോ ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു മെനു കൊടുക്കണമെങ്കിൽ ഡെസ്ക്ടോപ്പ് വ്യൂവിലല്ല, മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന, മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു മെനു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ താഴെ ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞൊരു വ്യൂ ഉണ്ട്. ഗ്രിഡ് വ്യൂ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുക. ഹോം, അബൌട്ട് മീ, സർവീസസ്, ടെസ്റ്റിമോണിയൽസ്, കോണ്ടാക്ട്. ഓക്കെ, അതിനുശേഷം അവിടുത്തെ ആ ഗ്രിഡ് വ്യൂവിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ വരും. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ്, നമ്മൾ മൊബൈലിൽ വരുന്ന സമയത്ത് വിത്ത് നാവിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ, കണ്ട മുകളിൽ മൊബൈൽ വ്യൂ അല്ല, 2 വ്യൂവിനും വിത്ത് നാവിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ മുകളിൽ മെനു വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പൊസിഷനിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി, വെരി ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് കണ്ടന്റ് മാറ്റി കഴിഞ്ഞാൽ ദിസ് വെബ്സൈറ്റ് ഈസ് റെഡി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ്. പബ്ലിഷ് ചെയ്യാനായിട്ട് ഇവിടെ മുകളിൽ പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം വിത്ത് നാവിഗേഷൻ ആണോ വിത്തൗട്ട് നാവിഗേഷൻ ആണോ
മൊബൈലിൽ റീസൈസ് ചെയ്യണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാണിച്ചാൽ മതിയോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും റെക്കമെൻഡഡ് റീസൈസ് ഓൺ മൊബൈൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. വിത്ത് നേവിഗേഷന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. എന്നിട്ട് ഫ്രീ ഡൊമൈൻ ഉണ്ട്, എക്സിസ്റ്റിംഗ് ഡൊമൈൻ ഉണ്ട്. എക്സിസ്റ്റിംഗ് ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഡൊമൈനിലേക്ക് ഈ വെബ്സൈറ്റിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ആ ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് കാണുന്നുണ്ടാവും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൊമൈൻ ആഡ് ചെയ്യാം. ഡൊമൈൻ ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ subilal.com ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഡൊമൈൻ ഇവിടെ ആഡ് ചെയ്തിട്ട് എനിക്ക് വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ കണക്ട് ഡൊമൈൻ ഓർ കണക്ട് ക്വിക്ലി, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ വെബ്സൈറ്റിന്റെ ഡൊമൈൻ വാങ്ങിയിരിക്കുന്നത് അത് ഓപ്പൺ ആയിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി അത് ഇത് മാപ്പ് ചെയ്യും. മാനുവലി കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ഡീറ്റെയിൽസ് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും അത് എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓൾവേസ് റെക്കമെൻഡഡ് നിങ്ങൾ മാനുവലി ചെയ്യാതെ കണ്ടിന്യൂ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓട്ടോമാറ്റിക് അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഞാനിപ്പോൾ എന്തായാലും അത് എടുക്കുന്നില്ല, കാരണം അത് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. എൻ്റെ വെബ്സൈറ്റ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. തൽക്കാലം ഞാൻ ഫ്രീ ഡൊമൈനിൽ എടുക്കാം. അപ്പോൾ ഫ്രീ ഡൊമൈൻ ക്യാൻവ തരുന്ന ഡൊമൈൻ ആണ്. ഫ്രീ ഡൊമൈൻ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ടെസ്റ്റ് ക്യാൻവ. ഓക്കെ, ദെൻ പബ്ലിഷ്. ഇപ്പൊ നമ്മളുടെ വെബ്സൈറ്റ് പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് പബ്ലിഷായി. ഇനി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷായി. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ക്യാൻവയിൽ വെബ്സൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ട്രൈ ദിസ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എഡിറ്റിംഗിലേക്ക് പോവാണ്.